നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന ആ നല്ല നല്ല കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത്തരം കാലത്ത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു സുധിയുടെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കണമെന്ന്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞോണൊക്കെ ഒടുവില് ചന്ദ്രമതി ശ്രുതിയുടെ കർണം തീർത്ത് പൊട്ടിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ കാണുന്ന നീലിമ സച്ചി ഓട്ടം വിളിക്കുന്നുണ്ട്. അപ്പൊ നീലിമ കാനഡയിൽ നിന്ന് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനു മുമ്പൊന്ന് വന്നിട്ട് പോയതാ. പക്ഷെ അന്നൊരു വീണ്ടും രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നും നീലിമയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും നീലിമ അതിനായിട്ട് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് സച്ചിയും കൂട്ടിക്കൊണ്ടാണ് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് സച്ചി കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നീലിമ പറഞ്ഞു, മുമ്പ് വന്നപ്പോൾ എനിക്ക് ആ വസ്തു രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ഈ തവണ പറ്റി. പിന്നെ അറിയാലോ സച്ചി, ഇതിനു വേണ്ടിയിട്ട് വീണ്ടും എനിക്ക് ഈ തവണ വരേണ്ടി വന്നെന്നൊക്കെ പറഞ്ഞു. സച്ചി പറഞ്ഞു, അല്ല അത് ഞാൻ ചോദിക്കാൻ മറന്നു, അന്ന് എന്ത് പറ്റിയായിരുന്നൊക്കെ ചോദിച്ചു. എന്ത് ചെയ്യാനാ, ചിലവന്മാരൊക്കെ നമ്മുടെ കുറുകെ കയറും, അതുകൊണ്ട് സംഭവിച്ചു പോയതാ, അങ്ങനെ എന്റെ കുറെ പണം പോയെന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ രജിസ്റ്റർ ഓഫീസിലേക്ക് നീലിമയെ കൊണ്ടുവിട്ടു. സച്ചി അവിടെ നിൽക്കുകയാണ്. ഈ സമയത്ത് ചന്ദ്രമതിയും രവീന്ദ്രനും കൂടി എന്ത് ചെയ്തു, പുതിയ വീട് വാങ്ങിയിട്ടുണ്ടല്ലോ, അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പൊ അവിടെയൊക്കെ നടന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നടന്ന് കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രനെ ദാഹിച്ചു. അപ്പൊ അവിടെ കരിക്ക് വിട്ടുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചോദിച്ചു അവിടുന്ന് കരിക്കൊക്കെ മേടിച്ച് കുടിക്കണം. അപ്പോഴേക്കും കരിക്ക് വിട്ടുന്ന പുള്ളിക്കാരൻ ചോദിച്ചു, അല്ല ഇതിനു മുമ്പ് സാറിന് ഇവിടെ കണ്ടിട്ടില്ലോ എന്ന് പറഞ്ഞു. അത് ഞങ്ങളിവിടെ പുതിയൊരു വീട് വാങ്ങിയിട്ടുണ്ട്, എവിടെയാന്ന് ചോദിച്ചു. പിന്നീട് വീടിന്റെ പേരും കാര്യങ്ങളും സ്ഥലമൊക്കെ പറഞ്ഞു. ഓ ആ വീടോന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അവരങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോഴേക്കും അയാൾ എന്ത് ചെയ്തു, ഒരു നമ്പറിലേക്ക് വിളിക്കുവാണ്. പക്ഷെ ഇതൊന്നും രവീന്ദ്രനും ചന്ദ്രമതിയായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് നീലിമേനെ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുവിട്ടിട്ട് സച്ചി പുറത്ത് വെയിറ്റ് ചെയ്യുവാണ്. ആ സമയത്താണ് ശ്രുതിയുടെ ആനന്ദിന്റെ ഒക്കെ വരവ്. കാരണം രജിസ്റ്റർ ഓഫീസിൽ പോയി കാര്യങ്ങളൊക്കെ തിരക്കണം. ഇനിയിപ്പോ വസ്തു രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 3 കോടി രൂപയുടെ അല്ലേ, അപ്പൊ എത്ര ലക്ഷം രൂപ ഇവിടെ കൊടുക്കേണ്ടി വരും രജിസ്റ്റർ ഓഫീസിൽ. അപ്പൊ അതിനെക്കുറിച്ച് അറിയാൻ വന്നു. അങ്ങനെ വന്ന സമയത്ത് സച്ചി അവിടെ നിൽക്കുന്നുണ്ടു. സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഓ സച്ചി ഇങ്ങനെ ശൗനം മടക്കിയായിട്ട് വഴി നിൽക്കുവാണെങ്കിലോ, എവിടെ പോയാലും ഇവനെ കാണുമല്ലോ. അങ്ങനെ കടന്നു പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് സച്ചിയെ വിളിച്ചു. അത് കേട്ടപ്പോ ശ്രുതി ചോദിച്ചു, നീ എന്തിനാണ് എപ്പോ അവനെ വിളിക്കാൻ പോയത്, ഒന്നുമല്ലല്ലോ നിന്റെ അനുജനല്ലേ എന്ന് ചോദിച്ചു. അനുജൻ, ഓഹ് അവനൊരു ശകുനമാന്ന് പറഞ്ഞു. ഒടുവിൽ സച്ചി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അല്ല ഇതേ ഇവര് രജിസ്റ്ററിങ്ങിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ വന്നാന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, സച്ചി അങ്ങോട്ട് വരാൻ ആനന്ദ് പറഞ്ഞു. അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, നീ വരുമൊന്നും വേണ്ട, ഞങ്ങൾ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, എന്തിനു ഞാൻ വരണം, അതിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ നീ വിളിച്ചാലും ഞാൻ വരാൻ പോകുന്നൊന്നുമല്ല. ആ സച്ചിക്കറിയാം, നാണം കെട്ട് സച്ചി അല്ലെങ്കിലും പോവാനും പോകുന്നില്ല. ശ്രുതിയുടെ ഒക്കെ നന്നായിട്ട് സ്വഭാവം അറിയാലോ. ഒടുവിൽ അങ്ങനെ അവരകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയം നീലിമ പോയി രജിസ്റ്ററിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, പുതിയ വസ്തു മേടിച്ചതിന്റെ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നീലിമ ചെയ്യുവാണ്. അതേ സമയത്ത് ശ്രുതിയും കൂടെ അങ്ങോട്ട് കയറി വന്നു. അങ്ങനെ അവര് വന്നിട്ട് രജിസ്റ്ററിങ്ങിന്റെ എത്ര രൂപയും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ആ സമയം നീലിമ അപ്പുറത്തുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നീലിമ അകത്തെ കാര്യങ്ങളൊക്കെ നടത്തി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവരവിടെ നിൽക്കുന്നുണ്ട്. അവരെ കണ്ടിച്ചപ്പോൾ നീലിമയ്ക്ക് സഹിച്ചില്ല. നീലിമയെ ശ്രുതിയോട്ട് കണ്ടതുമില്ല. ഒടുവിൽ നീലിമ ദേഷ്യത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങി സച്ചിനോട് പോകാന്ന് പറഞ്ഞു. അല്ല എന്ത് പറ്റി മാഡം, രജിസ്റ്ററും കാര്യങ്ങളൊക്കെ നടന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഓ നടന്നു, എന്ത് പറയാനാ, പക്ഷെ ചിലരുടെ മുഖം കണ്ടു കാണണ്ടാന്ന് എന്ന് കരുതിയിട്ടാ പോയത്. പക്ഷെ എന്ത് ചെയ്യാനാ, കാണേണ്ടി വന്നെന്ന് പറഞ്ഞു. സച്ചിക്ക് ആരുടെ എന്താണെന്നും മനസ്സിലായില്ല. എന്നാലും എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മാത്രം സച്ചിക്ക് മനസ്സിലായി. ഒടുവില് സച്ചി നീലിമ അവിടെ വീട്ടിൽ കൊണ്ടേ വിടുകയാണ്. നീലിമ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ, കാരണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സച്ചി കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീട് പോകുന്ന സമയത്ത് സച്ചിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, 2 കൂളിംഗ് ഗ്ലാസ് തരാം, ഒരെണ്ണം ഭാര്യയ്ക്കും കൊടുക്കും, ഒരെണ്ണം സച്ചിക്കുമെന്ന് പറഞ്ഞു. വേണ്ട മാഡം, എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, പിന്നെ രേവതിക്കാണെ അവൾ ഇന്ന് വെക്കത്തുമില്ല എന്ന് പറഞ്ഞു. സച്ചി വെച്ചോ, ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്നല്ലേന്ന് ചോദിച്ചു. ഒടുവില് സച്ചി പറഞ്ഞു, രേവതിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഭാര്യയ്ക്ക് ഞാൻ എന്തെങ്കിലും തരണമല്ലോ, കാനഡയിൽ നിന്ന് വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്നാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ സച്ചിക്കും രേവതിക്കും കൊടുത്തു. അങ്ങനെ ഒടുവില് സച്ചി തിരികെ പോവാണ്. ഈ സമയത്ത് വീടിന്റെ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് ശ്രുതിയും കൂടെ അവിടേക്ക് വരുവാണ്. അപ്പൊ രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോ സച്ചിൻ രേവതിയും കൂടെ ആ പുതിയ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവിടെയായിരുന്നു ബാക്കിയെല്ലാം. 2 ദിവസം അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് വന്നായിരുന്നു. ഈ സമയത്ത് അവിടേക്ക് ഒരാൾ വരുന്നുണ്ട്. അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ശ്രുതി ഓടിച്ചെന്നു. കാരണം നെയിം ബോർഡിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ പേര് വീടിന് വെക്കാനായിട്ട്. അപ്പൊ അത് കൊണ്ടുവന്നായിരിക്കും എന്ന് കരുതിയിട്ട് അവരും കൂടി എന്നിട്ട് ചോദിച്ചു, നെയിം ബോർഡ് എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചു. അപ്പൊ അയാൾ ചോദിച്ചു, നെയിം ബോർഡോ, അതെ
വീടിന് വെക്കാനുള്ള നെയിം ബോർഡും കൊണ്ട് വന്ന ആളല്ല എന്നൊക്കെ ചോദിച്ചു. എന്റെ വീടിന് എന്തിനാ നിങ്ങൾ നെയിം ബോർഡ് വെക്കുന്നതെന്ന് അയാൾ ചോദിച്ചു. നിങ്ങളുടെ വീടോ? ഇത് ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച വീടാന്ന് പറഞ്ഞു. ആ സമയത്ത് രവീന്ദ്രനും ചന്ദ്രമതി അവരൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എന്താ കാര്യം ചോദിച്ചു. ഇതേച്ചാ ഇയാൾ വന്നിട്ട് പറയാ ഇയാളുടെ വീടായിരുന്നു. ദേ സാറേ, ഇത് എന്റെ മോൻ മേടിച്ച വീടാണ്. 30 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തു. ഇനി ബാക്കി തുകയും കൂടെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന വീടാന്ന് പറഞ്ഞു. ഓണർ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ വർത്താനം പറയണെന്ന് ചോദിച്ചു. അത് കേട്ടതും ശ്രുതി പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ എവിടുന്ന് എന്താണെന്ന് എനിക്കറിയത്തില്ല. വിശ്വനാഥ് സാറിന്റെ കയ്യിൽ ഞാൻ മേടിച്ച വീടാ എന്ന് പറഞ്ഞു. 30 ലക്ഷം രൂപയും കൊടുത്തെന്ന് പറഞ്ഞു. വിശ്വനാഥ് സാറോ? അയാളും അയാളുടെ ഭാര്യ ഇവിടെ വാടകയ്ക്ക് കഴിഞ്ഞിരുന്ന. അവരാണെങ്കിൽ 2 മാസത്തെ വാടകയും കൂടെ തരാനുണ്ട്. ഇതുവരെയായിട്ടും തന്നിട്ടുമില്ല എന്ന് പറഞ്ഞു. മൊത്തം പറ്റിപ്പിരി കേസാന്ന് പറഞ്ഞു. ആ സമയത്താണ് പുതിയ ആൾക്കാർ ഇവിടെ താമസിക്കാൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞേ. അങ്ങനെ വന്നാന്ന് പറഞ്ഞു. അവര് വാടകക്കാരോ? സച്ചി എല്ലാരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. അതെ, ഈ വീട് വാടകയ്ക്ക് അവരെടുത്തായിരുന്നു പറഞ്ഞു. മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോണം എന്ന് പറഞ്ഞപ്പോ സച്ചിയോട്, സാറേ ഒരു മിനിറ്റ് ഞാനൊന്ന് ചോദിച്ചോട്ടെന്ന് പറഞ്ഞു. അല്ല അപ്പൊ സാർ അവർക്ക് വാടകയ്ക്ക് കൊടുത്തായിരുന്നു എന്ന് ചോദിച്ചു. അതെ, ഞാൻ വാടകയ്ക്ക് കൊടുത്തായിരുന്നു. ഓ, ഇപ്പൊ അങ്ങനെ കാര്യം വരട്ടെ. അവരെന്നിട്ട് എന്തേ ശ്രുതിക്കത് വിറ്റു. ശ്രുതി അവരുടെ വീടാന്ന് പറഞ്ഞു ഇവന് വിറ്റു. 30 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തെന്ന് പറഞ്ഞു. ഈ സമയം ചന്ദ്രമതി ആണെങ്കിൽ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രുതി ആണെങ്കിൽ ശ്രുതിയോട് ചോദിച്ചു, ശ്രുതി അപ്പം നമ്മൾ കബളിക്കപ്പെട്ടോന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. പെട്ടെന്ന് ശ്രുതി ബോധം കെട്ടി വീഴുവാണ്. രേവതി അകത്ത് പോയി കുറച്ച് വെള്ളമൊക്കെ എടുത്തോണ്ട് വന്നു. ചന്ദ്രമതി എല്ലാം ചെയ്ത് മോളെന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഒടുവില് കണ്ണു തുറന്നിട്ട് ശ്രുതി കരയുവാണ്. 30 ലക്ഷം രൂപ പോയില്ലേ, എന്ത് ചെയ്യും? അപ്പോഴേക്കും ഓണർ പറഞ്ഞു, ഡേ മര്യാദയ്ക്ക് നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. രവീന്ദ്രൻ പറഞ്ഞു, അതെങ്ങനെ അങ്ങനെ ഇറങ്ങണേ? ഞങ്ങൾ 30 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അഡ്വാൻസ് കൊടുത്തതിന്റെ പേരിൽ അവരവിടെ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കില്ല. പക്ഷേ എങ്കിൽ ഓണർ ആണെങ്കിലോ എന്ത് വന്നാലും അവരെ ഇറക്കി വിടുന്ന. കാരണം ഓണർക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. അവരെ കബളിപ്പിച്ച് പൈസ കൊണ്ട് പോയത് വിശ്വനാഥനാണ്. അത് അവരോട് പോയി ചോദിക്കാൻ പറഞ്ഞു. ഇറങ്ങില്ലെന്നായി കഴിഞ്ഞപ്പോൾ ഓണർ എന്ത് ചെയ്തു? പോലീസുകാരെ വിളിച്ചു. പോലീസുകാർ വന്നു. അത് നിങ്ങൾ ഇറങ്ങി കൊടുക്കണം. ഇറങ്ങിയില്ലെങ്കിൽ പ്രശ്നമാണ്, നിങ്ങളെല്ലാം അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടുവരേണ്ട വരുമെന്ന് പറഞ്ഞു. ചന്ദ്രമതിക്കൊക്കെ ഇനി കരഞ്ഞോണ്ടല്ലാതെ അവിടെ നിന്ന് ഇറങ്ങാതിരിക്കാൻ പറ്റിയില്ല. കാരണം വലിയ പണി തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്. ഇതിൽ പല ഒരു പണി കിട്ടാനുമില്ല. എന്ത് ചെയ്യാൻ പറ്റൂ? അങ്ങനെ നാണം കെട്ട് തിരികെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സച്ചയൊക്കെ എടുത്തിട്ട് പെരുമാറുന്നുണ്ട്. സുധിയെ, നിനക്ക് നാണം ഉണ്ടോടാ? ഇത്രയും പഠിച്ചെന്ന് പറഞ്ഞിട്ട് 5 പൈസയുടെ ബുദ്ധിയും പോതില്ല. ഉണ്ടായിരുന്നു, നീയൊക്കെ ഇങ്ങനെ കാണിക്കുമായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് വായു എന്നെല്ലാം പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, അത് ശരിയാ, എന്തൊക്കെയായിരുന്നു. ഒന്നുമല്ലായിരുന്നു, നിനക്ക് ഒന്ന് അന്വേഷിക്കാൻ മേലായിരുന്നോടാ. അന്വേഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനം ഉണ്ടാക്കാൻ മേലായിരുന്നു. അതൊന്നും ഇല്ലാതെ അവന് തോന്നുന്നപടി അവൻ ഓരോന്ന് ചെയ്തു. എന്നിട്ടിപ്പോഴോ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു. സുധി പറഞ്ഞു, നിന്നെ ചീത്ത പറയലെന്ന് പറഞ്ഞു. നിന്നെ ചീത്ത പറയല്ല ചെയ്യണ്ടേ. രവീന്ദ്രൻ പറഞ്ഞു, അപ്പോഴേ പറഞ്ഞല്ലേടാ നിന്നോട് എല്ലാം ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് മതിയെന്ന്. എടുത്തു ചാടി ഒരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു. സച്ചി വിട്ടുകൊടുക്കുക. സച്ചി പറഞ്ഞു, ഞാനില്ലല്ലോ ആ വീട്ടിലേക്ക് വന്ന സമയത്ത് പറഞ്ഞ എന്തോ ഒരു വശപ്പശ ഉണ്ടല്ലോ എന്ന്. പക്ഷെ അത് കേൾക്കാൻ നീ കൂട്ടാക്കില്ല. പോരാത്തിന് രേവതിയാണെങ്കിലോ ക്ഷേത്രത്തിൽ വെച്ച് നിങ്ങൾ ആ പൈസ കൊടുത്ത സമയത്ത് പറയുകയും ചെയ്തല്ലേ എന്തോ ശകനപ്പഴ കാണുന്നുണ്ടല്ലോ, കൊടുക്കണ്ടെന്നിപ്പം. പക്ഷെ രേവതിയെ നിങ്ങളൊക്കെ കുറ്റം പറഞ്ഞു. എന്നിട്ട് ഇപ്പോഴും എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ശ്രുതിക്കകത്തും വായിക്കകത്തും ആക്കില്ലായിരുന്നു. ഒന്നും മിണ്ടാൻ പോലും പറ്റില്ല. എങ്ങനെ മിണ്ടാനാന്ന് പറ? മിണ്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു, അതോടുകൂടി. ഇതുപോലെ ഒരു നാണക്കേട് ഉണ്ടാവാനില്ല. പണവും പോയി നാണക്കേടുമായി എല്ലാവരുടെ മുന്നിൽ. പഠിത്തോണൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നീട് സച്ചി ആനന്ദിനെ പോയി കാണുന്നുണ്ട്. ആനന്ദിനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ ആനന്ദിനോട് ചോദിക്കുകയാണ്. ആനന്ദേ, നീയല്ലേ ഇടപാട് ചെയ്ത് കൊടുത്തേ? അതിപ്പോ എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും സച്ചി? ഞാൻ കരുതി അത് അയാളുടെ വീടായിരിക്കുമെന്ന്. ഞാനും അത്രയ്ക്കൊന്നും അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞു. ഒടുവില് സച്ചി ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം ദേവും രേവതി ലക്ഷ്മിയമ്മയുടെ ഉണ്ടായിരുന്നു. അപ്പം രേവതി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് സച്ചി എന്ത് ചെയ്തു? രേവതിക്ക് ആ കണ്ണട എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ കൂളിംഗ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല രേവതിക്ക് കൂളിംഗ് ഗ്ലാസ് കൊടുത്തിട്ട് പറഞ്ഞു, അതെ ഇന്ന് ഞാൻ ഓട്ടം പോയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ നീലിമ മാഡം തന്ന കാനഡയിൽ നിന്ന് കൊണ്ടുവന്ന കണ്ണാടിയെന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ദേവ് പറഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ചേച്ചി കണ്ണട വെച്ചൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടെ ഒന്ന് ഫോട്ടോ സെൽഫി എടുക്കുവാണ്. ദേവ് പറഞ്ഞു, ആ ഫോട്ടോ ഒന്ന് കാണിക്കേ, ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് സച്ചിയിൽ നിന്ന് ഫോൺ മേടിച്ചു. അങ്ങനെ വാങ്ങിച്ച് നോക്കണ സമയത്താണ് ആ ഒരു ഫോട്ടോ കാണുന്നത്. നീലിമയെ സച്ചിയും കൂടെ സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണുന്നത്. നീലിമയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സംശയം, ഇത് ആ പെണ്ണല്ലേന്ന് എവിടെ ഒരു കണ്ടുപിടിച്ച ഉണ്ടല്ലോ. സച്ചി വെച്ച്, ഏത് പെണ്ണ്? എനിക്കറിയാം സച്ചിയേട്ടാന്ന് പറഞ്ഞു. ആ ഇപ്പൊ ഞാൻ ഓർക്കുന്നു, രേവതി ചേച്ചിയുടെ സച്ചിയുടെ കല്യാണം ഉണ്ടായിരുന്നല്ലോ, അന്നത്തെ ദിവസം സുധിയായിട്ട് അവിടെ നിന്ന് സംസാരിക്കുന്ന ഉണ്ടായിരുന്നു പറഞ്ഞു. സുധിയുമായിട്ടോ? അതെ.
അല്ല പേര് വല്ലതും പറയുന്ന കേട്ടായിരുന്നോ? അത് കല്യാണത്തിന് മുമ്പ്, എൻഗേജ്മെന്റിന് മുൻപുള്ള ആ സമയത്ത് സുധിയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന കേട്ടു. പിന്നെ പേരെന്തോ നീലിമയെന്ന് മറ്റോ പറയുന്ന കേട്ടു. ഓ അപ്പൊ നീലിമ അത് ഇവളാണോന്ന് ചോദിച്ചു. ആ സമയം രേവതി പറഞ്ഞു, ആ അതെ സച്ചേട്ടാ, ഞാൻ കണ്ടായിരുന്നു സുധിയുമായിട്ട് വന്ന് സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഇവളായിരിക്കും പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. അച്ഛന്റെ 50 ലക്ഷം അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് ഇവളായിരിക്കും എന്ന് പറഞ്ഞു. സച്ചിക്ക് അത് കേട്ടപ്പോ സഹിക്കോ, ഓഹോ അപ്പൊ ഇവളാണോ അടിച്ചു മാറ്റിക്കൊണ്ട് കാനഡയ്ക്ക് പോയവള്, ഇവളെ കൈകാര്യം ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചു. സച്ചി നേരെ നീലിമയുടെ വീട്ടിലേക്ക് പോവാണ്. നീലിമയുടെ വീട്ടില് സച്ചി എന്നു നീലിമയെ ചോദ്യം ചെയ്യണം. സത്യം പറഞ്ഞു, അച്ഛന്റെ കയ്യിൽ നിന്ന് മേടിച്ച 50 ലക്ഷം രൂപ എവിടെയെന്ന് ചോദിച്ചു. ഏതച്ഛന്റെ കയ്യിൽ നിന്ന്? എവിടെന്ന്? ഞാൻ ഒരച്ഛൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിനക്ക് സുധിയായിട്ട് എന്താ ബന്ധം? സുധിയുടെ കയ്യിൽ നീ അടിച്ചു മാറ്റിക്കൊണ്ട് പോയില്ലേ? എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് 10-35 വർഷം കഷ്ടപ്പെട്ട പണമാ, എനിക്കത് കിട്ടിയേ മതിയാവണമെന്ന് പറഞ്ഞു. ഓ അങ്ങനെ, അതാണ് കാര്യം. അതെ, പണം അടിച്ചു മാറ്റി എന്നുള്ള ശരി തന്നെയാ, പക്ഷെ ഞാൻ തിരിച്ചു കൊടുത്തെന്ന് പറഞ്ഞു. തിരിച്ചു കൊടുത്തെന്ന് ആർക്കാ എപ്പം? അതൊക്കെ ഞാൻ തിരിച്ചു കൊടുത്ത, വെറുതെ കള്ളത്തരം പറയല്ലെന്ന് പറഞ്ഞു. കള്ളത്തരൊന്നും അല്ല. സച്ചിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെ സച്ചി ഒരു കാര്യം ചെയ്യാ, ചോദിച്ചു നോക്ക്, അവിടെ പോയി സുധിയോട് ചോദിച്ചു നോക്ക്. അപ്പൊ സുധി ഇതൊന്നും പറഞ്ഞില്ലല്ലേ എന്ന് ചോദിച്ചു. ഇല്ല, അവൻ പെരുങ്കള്ളനാ, അവൻ പറയില്ല എന്ന് പറഞ്ഞു. ഇനി ഇപ്പൊ തെളിവുകൾ എന്തേലും വേണോ? പോലീസ് സ്റ്റേഷനിൽ വെച്ചാൽ ഞാനിതൊക്കെ സൈൻ ചെയ്ത് കൊടുത്തേന്ന് പറഞ്ഞു. സൈൻ ചെയ്ത പേപ്പറും കാര്യങ്ങളൊക്കെ എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ പൈസ അവർക്ക് കിട്ടിയെന്നുള്ള തെളിവും കാര്യങ്ങളുമായിട്ട് ഞാൻ സൈൻ ചെയ്ത് മേടിച്ചിട്ടുണ്ട്. പിന്നെ സച്ചി ഇതിനകത്തൊരു പങ്കാളിയായിരുന്നു പറഞ്ഞു. ഞാനോ? അതെ. സച്ചി ഓർക്കുന്നില്ല, എന്ന് പോലീസ് സ്റ്റേഷൻ വെച്ച് സച്ചിനെ കൊണ്ട് ഞാൻ സൈൻ ചെയ്യിച്ചേ, ഒരു സാക്ഷിയായിട്ട് സച്ചി ഒപ്പിടാവെന്ന് ചോദിച്ചേ. ഓ മനസ്സിലായി, അത് ഈ കേസിനായിരുന്നു എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, എനിക്കൊരു ഉപകാരം ചെയ്യാന്നൊക്കെ ചോദിച്ചു. എന്താ സച്ചി? അതെന്റെ ചേട്ടനാ, അവൻ ഇതിനായിട്ടും പണം കിട്ടിയ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, കുടുംബത്തെ മൊത്തം പറ്റിച്ചുകൊണ്ടിരിക്കുക. വീട്ടിൽ വരെ ഒന്ന് വരാവോ, വന്നിട്ട് ഈ കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാവോ എന്ന് ചോദിച്ചു. അതാണോ? ഞാൻ പറയാം, അല്ലെങ്കിലും എനിക്ക് അവരോട് വൈരാഗ്യം ഉണ്ട്. കാരണം നീലിമയ്ക്ക് നല്ല വൈരാഗ്യം ഉണ്ടായിരുന്നു. അന്നാ പണം അടിച്ചു മാറ്റിയല്ലോ. അപ്പം ശ്രുതിക്കിട്ട് എപ്പോഴൊരു പണി കിട്ടുക കൊടുക്കണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. അങ്ങനെ സത്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. ഒടുവില് സച്ചി സന്തോഷത്തോടെ വീട്ടിലേക്ക് പോരുകയാണ്. കള്ളത്തരങ്ങളൊക്കെ അറിഞ്ഞല്ലോ. വീട്ടിൽ വന്ന് രവീന്ദ്രനെ അവരെയൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ കൂടെ ഇറങ്ങി വന്നു. രവീന്ദ്രൻ ചോദിച്ചു, എന്താടാന്ന് ചോദിച്ചു. എല്ലാവരും ഉണ്ടാച്ചാന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. വരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ സുധീനെ അങ്ങോട്ട് പിടിച്ചോണ്ട് പോകണേ. എങ്ങോട്ടാ കൊണ്ടുപോകാൻ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഒടുവിൽ ശ്രീകാന്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമുക്കൊരു പ്രതിക്കൂട് വേണമല്ലോ എന്ന് പറഞ്ഞു. പ്രതിക്കൂടോ? അതൊക്കെ ഉണ്ട്. അവിടെ കിടന്ന ചെയറെടുത്ത് തിരിച്ചിട്ടു. സുധിയോട് അതിനകത്തേക്ക് കയറി നിൽക്കാൻ പറഞ്ഞു. എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അതെ കാര്യമൊക്കെ ഉണ്ട്, കയറി ഇരിക്കാനായിട്ട് പറഞ്ഞു. കയറി ഇരിക്കാനല്ല, കയറി നിൽക്കാനായിട്ട് പറഞ്ഞു. അപ്പോഴേക്കും സുധി പറഞ്ഞു, വെറുതെ അനാവശ്യം കാണിക്കരുത്, കാര്യം എന്താന്ന് പറ. അതെ നിന്നെ കുറെ ചോദ്യം ചെയ്യാനുണ്ട്. ഒരു കാര്യം ജഡ്ജിയായിട്ട് അമ്മയെ നിന്നോളാൻ പറഞ്ഞു. അമ്മയുടെ കേൾക്കലാണ് എനിക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടേ പറയണ്ടേ ചെയ്യണ്ടേന്ന് പറഞ്ഞു. ഒടുവിൽ അങ്ങനെ എന്ത് ചെയ്തു, അവനെ കയറ്റി നിർത്തി. അവനെ കയറ്റി നിർത്തിയിട്ട് ചന്ദ്രമതി പറഞ്ഞു, അല്ല അമ്മയ്ക്ക് അറിയാലോ, അച്ഛൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി 10-35 വർഷം അധ്വാനിച്ച പണം 50 ലക്ഷം രൂപ ഒരു പെണ്ണടിച്ചുകൊണ്ട് പോയില്ലേന്ന് ചോദിച്ചു. അടിച്ചുകൊണ്ട് പോയി, അവളെ കുറിച്ച് ഒരു വിവരം പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അതെ, ആ പണം അടിച്ചുകൊണ്ട് പോയെങ്കിലും ഉണ്ടല്ലോ, ആ പണം അത് കിട്ടേണ്ട കൈകളിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടിപ്പോ ശ്രുതിയൊക്കെ ഒന്ന് പരസ്പരം നോക്കണം. അവർക്കൊന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു, എന്തൊക്കെയാണ് നീ പറയണെന്ന് ചോദിച്ചു. അതെ, ആ പണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ശ്രുതിക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, എടാ അത് അവനെ ആ പെണ്ണടിച്ചോണ്ട് പോയില്ലേ, പിന്നെ ആ പണത്തെക്കുറിച്ച് ചോദിക്കാനാണോ നീ ഇപ്പം ഇങ്ങോട്ട് വന്നേ? ഇതെന്തിന്? ഇവന് ഭ്രാന്ത, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങി. ശ്രീകാന്തിനോട് പറഞ്ഞു, പിടിക്കടാ അവന്റെ കയ്യേലെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതിയെ പിടിച്ചവിടെ വീണ്ടും ആ കൂട്ടിലേക്ക് ഏറ്റി നിർത്തുവാണ്. ആ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു, എന്തിനാടാ വീണ്ടും നീ അവനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? എന്റെ അച്ഛാ കാര്യമുണ്ടെന്ന് പറഞ്ഞു. ശ്രുതിക്ക് പേടിയെ, പരസ്പരം നോക്കുവാണ്, ഇനി കള്ളത്തരങ്ങാനും കണ്ടുപിടിച്ചോ. അച്ഛാ ഇവൻ പഠിച്ച കള്ളനാണ്, സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ നീലിമ എന്ന് പറഞ്ഞ പെണ്ണ് പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയി, പക്ഷേങ്കില് അവള് പണം തിരിച്ചു കൊടുത്തായിരുന്നു. ആ പണം കിട്ടിയ കാര്യം ഇവിടെ പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു. ചന്ദ്രമതി ചോദിച്ചു, നീ എന്തൊക്കെയാടാ പറയണേ? പണം കിട്ടിയെന്നോ? ആർക്ക് കിട്ടി? എപ്പ കിട്ടി? എവിടെ നിന്ന് കിട്ടി? അതൊക്കെ കിട്ടി, പക്ഷെ ഇവൻ പറയാത്താന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശ്രുതി ഒന്നും ഞെട്ടി ശ്രുതിയെ നോക്കുകയാണ്. ശ്രുതി പറഞ്ഞു, വെറുതെ കള്ളത്തരം പറയുന്ന എൻ്റെ അമ്മേ, അങ്ങനെയൊന്നും ഇല്ല, ഇവന് ഭ്രാന്ത. അല്ലേ തന്നെ എൻ്റെ ഇപ്പൊ പൈസ 30 ലക്ഷം പോയതിന്റെ വിഷമത്തിൽ ഇരിക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് ഇവന്റെ ഒരു പരിപാടി, ഇത് മിണ്ടി പോയേക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഒടുവില് ശ്രുതി പറഞ്ഞു, സച്ചിക്ക് ഞങ്ങളോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി. ശ്രുതിക്കൊരു നല്ല കാലം വന്നപ്പോ സഹിച്ചില്ലായിരുന്നു, അതിന്റെ അസൂയ കൊണ്ട് പറയുന്നല്ലേന്ന് പറഞ്ഞു. പൗഡർ എടുത്തി, എനിക്ക് അതിന്റെ കാര്യമൊന്നും ഇല്ല, ഞാൻ അത്രക്കാരനും അല്ലെന്ന് പറഞ്ഞു.
പണം എന്താണെങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിനെന്താ തെളിവിരിക്കുന്നേ? വെറുതെ കള്ളത്തരം പറഞ്ഞിട്ട് വന്നാണ്ടല്ലോ. ഇപ്പൊ പുതിയ അടവായിട്ട് ഇറങ്ങിയിരിക്കുക സച്ചി, ഞങ്ങളെ നാണം കെടുത്താനായിട്ട്. അതെന്താളും നടക്കില്ല എന്ന് പറഞ്ഞു. നാണം കെടുത്താനാ നിങ്ങളെയോ? അതിന്റെ ആവശ്യം എനിക്കെന്തായിരിക്കണേ? എനിക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇത് കേട്ടത് ശ്രുതി പറഞ്ഞു, പിന്നെ സച്ചിക്ക് എപ്പോഴും അതെ, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങളെ ഇങ്ങനെ വിഷമിപ്പിച്ചോണ്ടിരിക്കാനായിട്ട്. വാ ശ്രുതി എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റട്ടെ എന്ന് പറഞ്ഞു. അവിടെ നിൽക്കുക, മറുപടി വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, എടാ നീ പറയുന്നതൊക്കെ സത്യമാണോ? അതേ അച്ഛാ, അതിന് തെളിവുണ്ടെന്ന് പറഞ്ഞു. തെളിവോ? എന്ത് തെളിവ്? നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ കൊണ്ടുവരാൻ ശ്രുതി പറഞ്ഞു. ജീവിക്കുന്ന സാക്ഷിനെ തന്നെ കൊണ്ടുവരാന്ന് പറഞ്ഞു. നീലിമയെ വിളിച്ചു. നീലിമ അങ്ങോട്ട് കയറി വന്നു. നീലിമയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രേതത്തെ കണ്ടുപോലെ ആയിപ്പോയി. ശ്രുതി അത്രയ്ക്ക് പ്രതീക്ഷയില്ല. പിന്നീട് സച്ചി നീലിമയെ പരിചയപ്പെടുത്തുവാണ്. ഇതാണ് നീലിമ, ശ്രുതിയുടെ കൂടെ നേരത്തെ ഉണ്ടായിരുന്നേ. പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് പറഞ്ഞത്. അപ്പൊ നീലിമ കാര്യങ്ങളൊക്കെ പറയാണ്. ഞാൻ പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്നുള്ള ശരി തന്നെയാ. രവീന്ദ്രൻ ചോദിച്ചു, അതൊക്കെ ശരിയാന്ന് തോന്നുന്നുണ്ടോ മോൾക്ക്? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ശരിയാ അങ്കളെ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അത് ഞാൻ നിങ്ങളോട് എല്ലാവരും ക്ഷമ ചോദിക്കുന്നു. പക്ഷേങ്കില് ആ പണം ഞാൻ തിരിച്ചു കൊടുത്തായിരുന്നു പറഞ്ഞു. തിരിച്ചു കൊടുത്തെന്ന്? അതെ, പലിശയും ചേർത്ത് 53 ലക്ഷം രൂപ കൊടുത്തായിരുന്നു പറഞ്ഞു. 50 ലക്ഷവും പലിശയും ചേർത്തിട്ട് 53 ലക്ഷം കൊടുത്തെന്നോ? അതെ, 53 ലക്ഷം രൂപ കൊടുത്തായിരുന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല അവർക്കാർക്കും. ശ്രുതി നിഷേധിച്ചു. അപ്പോഴേക്കും നീലിമ പറഞ്ഞു, തെളിവുണ്ട്, തെളിവ് കാണിക്കാം. പോലീസ് സ്റ്റേഷനിൽ വെച്ചാൽ സൈൻ ചെയ്ത് പണം കൊടുത്തേ. പിന്നെ ഇത് പൈസ വാങ്ങിയെന്നും പറഞ്ഞുള്ള തെളിവെന്നും പറഞ്ഞുകൊണ്ട് പേപ്പറിൽ എഴുതി കൊടുത്തത് കാണിക്കുകയാണ്. പിന്നീട് സച്ചി പറഞ്ഞു, ഞാനും സൈൻ ചെയ്തിട്ടുണ്ട് അത്തേല്. നോക്കിക്കഴിഞ്ഞപ്പോൾ ശരിയാണ്. ശ്രീകാന്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ രവീന്ദ്രനെ കൊണ്ടേ കാണിച്ചു. അത് മാത്രമല്ല 53 ലക്ഷം ട്രാൻസ്ഫർ ചെയ്തതിന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ രേഖയും കാര്യങ്ങളും അതും കാണിച്ചു. അതും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്ത് ചെയ്യാനാ? ശ്രുതിയൊക്കെ ആകെപ്പാടെ പെട്ടുപോയി. ഇനിയിപ്പോ ഒരു നിവൃത്തിയില്ല. അപ്പോഴേക്കും നീലിമ പറഞ്ഞു, അത് മാത്രല്ല, ശരിക്കും പറഞ്ഞാൽ ശ്രുതിക്ക് ഇത് പണം മേടിക്കാനുള്ള കഴിവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 50 ലക്ഷം കൊടുത്തു കഴിഞ്ഞപ്പോൾ 3 ലക്ഷം കൂടെ പലിശ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ഭാര്യ ഉണ്ടല്ലോ ശ്രുതി, അവളാണ് ഇത് വാങ്ങിച്ചെടുത്തേ. അവള് പഠിച്ച കളിയാ, അവള് പെരും കളിയാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. നമ്മളത് സൂക്ഷിച്ചോളാനൊക്കെ പറയണം. പിന്നീട് സച്ചിയുടെ അടുത്ത് നിന്നിട്ട് സച്ചി സോറി ഇട്ടോ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ചന്ദ്രമതിയോടൊക്കെ പറഞ്ഞു, ദേ സച്ചിയുടെ സ്വഭാവം അങ്ങനെയല്ല. ഞാൻ കുറച്ചാളെ സച്ചിനെ ഓട്ടം വിളിക്കുന്നു. ഇവിടെ വന്നാൽ സച്ചിനെ ഓട്ടം വിളിക്കാറുള്ള. സച്ചിൻ നേർമയുള്ളവനാ. സച്ചിയെ കുറിച്ച് എനിക്ക് മനസ്സിലാകുകയും ചെയ്തു. അതുകൊണ്ടാണ് സച്ചി വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് ഈ സത്യങ്ങളൊക്കെ പറയാൻ തയ്യാറായെന്ന് പറഞ്ഞു. അങ്ങനെ നീലിമ ഒടുവില് അവിടുന്ന് പോവാണ്. ചന്ദ്രമതി ശ്രുതിയുടെ അടുത്തേക്ക് വന്നു. സത്യമാണോടാന്ന് ചോദിച്ചു. നീയൊക്കെ അപ്പം മലേഷ്യയിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടാ, ശ്രുതിയുടെ അച്ഛൻ തന്ന പൈസ കൊണ്ടാ ഷോപ്പ് തുടങ്ങിയെന്നൊക്കെ പറഞ്ഞോ? അല്ല അതമ്മേ, ഞാൻ ഒറ്റ അടിയായിരുന്നു ശ്രുതിക്കിട്ട്. പിന്നീട് ശ്രുതിയും കൂടെ മാറ്റിയെടുത്തി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. കേട്ടൊക്കെ സത്യമാണെന്ന് ചോദിച്ചു. അത് നിന്റെ അച്ഛൻ കൊണ്ടു തന്ന പണമാന്നല്ലേ പറഞ്ഞേ? അത് പിന്നെ ആന്റി ഞാന്. പിന്നെ ചന്ദ്രമതിക്ക് സമനിലയേറ്റി. ചന്ദ്രമതി ആളെ നേലത്തിട്ട് വലിച്ചുരുട്ടി അടിക്കുവാണ്. കുറെ അടിയും കൂടെ കൊടുത്തു. ഒടുവിൽ രവീന്ദ്രൻ തടസ്സം പിടിക്കാനെത്തി. മതി ചന്ദ്രേ എന്നൊക്കെ പറഞ്ഞിട്ട് പോരാ, ഇവൾക്കിട്ട് ഇനിയും കൊടുക്കണമെന്ന് പറഞ്ഞു. എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചു. ആ സമയത്ത് ശ്രുതി പറഞ്ഞു, അത് പിന്നെ ശ്രുതിയുടെ കാര്യം എടുത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ശ്രുതിക്ക് നല്ലൊരു ജോലി ഇല്ലായിരുന്നു. അവൻ എവിടെ പോയാലും 10 ദിവസത്തിനുള്ളിൽ പിടിച്ചു നിൽക്കത്തില്ല. അവന് വേണ്ടി ആരും ഒന്നും ചെയ്തിട്ടില്ല. ആന്റി പോലും ഒന്നും ചെയ്തിട്ടില്ലോ. ഞാനൊന്നും ചെയ്തില്ലേടും ചോദിച്ചോണ്ട് ചന്ദ്രമതി വീണ്ടും വന്ന് നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഒടുവില് അടി കൊണ്ട് വീണ് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ വന്ന് പിടിച്ചു മാറ്റി. ഇങ്ങോട്ട് മാറി അന്തരേന്നും പറഞ്ഞുകൊണ്ട്. ആ സമയം ചന്ദ്രമതി എന്റെ കൺമുന്നിൽ പോലെ നിന്നെ കണ്ടേക്കരുത്, കടന്നു പോടിയെന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞു, അമ്മ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? ഈ പറയുന്ന രേവതിയാണ് ഒന്നിനും കൊള്ളാത്തവള എന്നൊക്കെ. എന്നിട്ടിപ്പോ വലിയ വീട്ടിൽ നിന്ന് അമ്മ തന്നെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ എന്തായി? അമ്മയ്ക്കിട്ട് തന്നെ പണി കിട്ടിയില്ലെന്ന് ചോദിച്ചു. ഒടുവില് അങ്ങനെ നാണം കെട്ട് ശ്രുതിനെ അവിടെ നിന്ന് ഇറക്കി വിടാൻ തുടങ്ങുകയാണ് ചന്ദ്രമതി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ. എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടക്കണമെന്നുള്ളത്. അങ്ങനെ ഒടുവിൽ അത് സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു. നന്ദി.